ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നൊത്തോലി കറി ഉണ്ടാക്കാം. കുറച്ച് നൊത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിൽ ഒരു പിടി തേങ്ങ, 2 ചെറിയ ഉള്ളി. ഇതിനെ ഒന്ന് തീയലിനരയ്ക്കും പോലെ അരയ്ക്കണം. അതായത് പച്ച തീയലിനരയ്ക്കും പോലെ കുറച്ച് അരയണം. നല്ല മഷി പോലെ ആകണ്ട, അതിൻ്റെ ഒരു മുമ്പിലത്തെ സ്റ്റേജ് അരച്ചെടുക്കുക. ഇതിൻ്റെ കൂടി നമുക്ക് കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂൺ വറ്റൽമുളകിൻ്റെ പൊടി. ഇത്രയും അരയ്ക്കാനുള്ളതാണ്. പിന്നെ ഇത് ചെറിയ ഒരു മീഡിയം ടൊമാറ്റോ, നാടൻ തക്കാളിയാണ്. ഒരു 3-4 പച്ചമുളക്. ഇത് വലിയ എരിവില്ല, അതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ നെല്ലിക്കയോളം പുളി, വാളംപുളി കുതിർത്ത് അരിയിച്ച് വച്ചിട്ടുണ്ട്. നമുക്കിത് അരച്ചിട്ട് വരാം. ഇതാ നമ്മുടെ അരച്ചെടുത്തിട്ടുണ്ട്, അത് ഒഴിക്കും. പുളിവെള്ളം, ആവശ്യത്തിന് പരലുപ്പ് കുറച്ചിട്ടാൽ മതി. ഒരിക്കൽ കൂടെ പുളി പിഴിയും. കാരണം ഇത് കറിയാണ്, കുറച്ച് ലൂസായിട്ടാണ് വയ്ക്കുന്നത്. ഇത് ടൊമാറ്റോ, പച്ചമുളക് അരിഞ്ഞതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചുകൂടി വെള്ളം വേണം. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേകട്ടെ. ഇത് നന്നായിട്ടിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറി ലീവ്സ് ഇടാം. നല്ല ഫ്രഷായിട്ടുള്ള കറി ലീവ്സ് എടുത്ത് 2 തണ്ട് ഇതിലിട്ടേ. അങ്ങനെ നമുക്ക് നൊത്തോലി കറി റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാറായി. ഓക്കെ, എല്ലാവരും നൊത്തോലി കറി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് കമൻറ്റ് അറിയിക്കുക. Please share and subscribe. Thank you friends. Bye.